ഒരു യുദ്ധവും സ്വമേധയാ അവസാനിച്ച ചരിത്രമില്ല. ഒരു യുദ്ധവും ശാശ്വതമായി അവസാനിച്ച ചരിത്രവുമില്ല. അതുപോലെ ഒരാൾക്കും ആത്യന്തികമായ വിജയവും ഒരു യുദ്ധത്തിലും അവകാശപ്പെടാൻ സാധിച്ചിട്ടുമില്ല. പശ്ചിമേഷ്യയിൽ ഇറാനെ ആക്രമിച്ച് അമേരിക്കയും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധം അവരുടെ കൈവിട്ടുപോയത് നാം പലതവണ ചർച്ച ചെയ്തതാണ്. സമാധാന ചർച്ചകൾ പോലും എങ്ങുമെത്താതെ പിരിയുന്ന സ്ഥിതിയുണ്ടായി. യുദ്ധത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ലക്ഷ്യങ്ങൾ പോലും പലതും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം മറന്നുപോയിരിക്കുന്നു. യുദ്ധം എങ്ങനെ തീരും, എന്ന് തീരും, ഭാവി എന്ത് എന്നൊന്നും ഇപ്പോഴും ആർക്കും ഒരു തിട്ടവുമില്ല. ട്രംപ് ഒന്ന് പറയുമ്പോൾ ഇറാൻ മറ്റൊന്ന് പറയും. ട്രംപ് പറഞ്ഞതിനെ തള്ളിക്കളയും. ഇറാന്റെ വാക്കുകളെ ട്രംപും നിഷേധിക്കും. അങ്ങനെ വാക്കും മറുവാക്കും വെല്ലുവിളികളുമായി പശ്ചിമേഷ്യൻ യുദ്ധം 6 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് 2 പ്രസ്താവനകളെ ഗൗരവത്തോടെ കാണേണ്ടത്. ഇറാന്റെ വിജയം ലോകം അംഗീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കൂവെന്നും ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അപ്പോഴും പ്രാപ്യമായ ഒരു കരാറിലേക്ക് ഇറാൻ എത്തിയിട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. നിർത്താതെയുള്ള വാക്പോരുകളാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US ഇറാനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ലോകം മുഴുവൻ നമ്മുടെ വിജയത്തെ അംഗീകരിക്കുന്നുവെന്നാണ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത്. തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കരാറിലേക്ക് ഇറാനെ എത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ലക്ഷ്യമിടുന്നത്. ഇറാനാകട്ടെ തങ്ങളുടെ പരമാധികാരം അടിയറവ് വെച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും തയ്യാറാകുകയുമില്ല. ജൂണിൽ അമേരിക്കയുമായി ഒപ്പുവെച്ച വെടിനിർത്തൽ ധാരണാപത്രം ഇറാന്റെ പരാജയത്തെ സൂചിപ്പിക്കുന്നതല്ല എന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. അമേരിക്കയേക്കാൾ ശക്തമായ നിലയിലാണ് ഇപ്പോൾ യുദ്ധത്തിൽ ഇറാന്റെ സ്ഥാനമെന്നും ഈ കരുത്തിൽ നിൽക്കുന്ന സമയം യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നും പെസഷ്കിയാൻ പറയുന്നു. നയതന്ത്ര ചർച്ചകൾ നിലച്ചത് ഇറാന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ശക്തമാക്കിയിട്ടുണ്ട് എന്ന് പെസഷ്കിയാൻ വ്യക്തമാക്കി. എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഇറാന്റെ സ്കൂളുകളും ആശുപത്രികളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിച്ച അമേരിക്കയെ ലോകമൊന്നടങ്കം വെറുക്കുന്നുണ്ട് എന്നും പെസഷ്കിയാൻ പറയുന്നു. താൻ പ്രസിഡന്റായിരിക്കുന്ന ഇറാൻ ഭരണകൂടം US-ന് ഇളവുകൾ നൽകിയെന്ന വാദത്തെ അദ്ദേഹം ചെറുത്തത് ജൂണിലെ വെടിനിർത്തൽ ധാരണാപത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു. പക്ഷേ ഇറാനെ കുറ്റപ്പെടുത്തുന്നതും അപഹസിക്കുന്നതുമാണ് ഇതിനുള്ള ട്രംപിന്റെ മറുപടി. ശരിയായ ഒരു കരാറുണ്ടാക്കാൻ ഇറാൻ ഇപ്പോഴും തയ്യാറല്ല എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. ഇറാന് കരാർ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ ശരിയായ കരാർ ഉണ്ടാക്കാൻ അവർ ഒരുക്കമല്ല എന്ന് ട്രംപ് പറയുന്നു. ഇതോടെ യുദ്ധം അവസാനിക്കാനുള്ള വഴി അടയുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ഇറാന്റെ ക്ഷണത്തെയാണ് ട്രംപ് തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഈ പന്ത് അമേരിക്കയുടെ കോർട്ടിലായിരുന്നു. അന്ന് ട്രംപ് പറഞ്ഞത്, നിങ്ങൾ ഹോർമൂസ് ഒന്ന് തുറക്കൂ, ലോകം ആശ്വസിക്കട്ടെ, യുദ്ധം അവസാനിപ്പിക്കാം എന്നായിരുന്നു. അന്ന് ഇറാൻ അതിന് തയ്യാറായില്ല. തയ്യാറാകാതിരുന്നതിന് പ്രധാന കാരണം ഹോർമൂസ് തുറക്കാൻ ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ഹോർമൂസ് അമേരിക്കയുടെ പ്രദേശമായി പ്രഖ്യാപിക്കാൻ പോകുകയാണ് എന്ന ട്രംപിന്റെ പ്രസ്താവനയാണ്. ഇത് ഇറാനെ ചൊടിപ്പിക്കുകയും ഇറാന്റെ അനുമതിയില്ലാതെ ഹോർമൂസ് കടക്കുന്ന കപ്പലുകൾക്ക് അന്ത്യശാസനം നൽകുകയും ചെയ്തു. ഇതോടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത പൂർണ്ണമായും മങ്ങി. ഇതിനിടയിലാണ് ഇറാനെ സാമ്പത്തികമായി ഞെരുക്കി വരുതിയിലാക്കാൻ ട്രംപ് ശ്രമം തുടങ്ങിയത്. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നില്ല അത്. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ പങ്കുചേരാൻ മറ്റു രാഷ്ട്രങ്ങളെ കൂടി ക്ഷണിക്കുകയായിരുന്നു. എന്നാൽ ഇതിന് തൊട്ടുപിന്നാലെ അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത് ചൈനയായിരുന്നു. ഉപരോധങ്ങളും സമ്മർദ്ദവും പ്രശ്നപരിഹാരത്തിന് സഹായിക്കില്ല എന്നാണ് ചൈനയുടെ നിലപാട്. ഉപരോധം സാമ്പത്തിക ഭീകരതയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യവുമാണ് എന്ന് ഇറാനും പ്രതികരിച്ചു. സ്വന്തം സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള US-ന്റെ നീക്കങ്ങളാണ് ഇതെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. സൈനിക നീക്കങ്ങൾ ഏൽക്കുന്നില്ല എന്ന് വന്നപ്പോൾ സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കാനാണ് ഇപ്പോൾ US ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇത്തരം സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ മാത്രം ലക്ഷ്യം വെച്ചല്ല എന്നും മറിച്ച് എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും പരമാധികാരത്തിന് ഭീഷണിയാണ് എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ ഇറാന്റെ ഈ പ്രസ്താവന അർത്ഥവത്താണ് എന്നും മനസ്സിലാകും. തങ്ങളുടെ അഭീഷ്ടത്തിന് പ്രവർത്തിക്കാത്ത എല്ലാ രാജ്യങ്ങൾക്കും എതിരെ സാമ്പത്തിക ഉപരോധമോ താരിഫോ ഏർപ്പെടുത്തുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ സവിശേഷതയാണ്. ഇന്ത്യയോടാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാനഡയോടാണെങ്കിലും അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അതിനിടെ യുദ്ധത്തിലെ നിർണായക ടേണിംഗ് പോയിന്റായ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്ക സ്വന്തം പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഹോർമൂസിലൂടെ എണ്ണ ഒഴുകുന്നു എന്നാണ് US ഊർജ്ജ സെക്രട്ടറിയുടെ പ്രതികരണം. ചൊവ്വാഴ്ച ഹോർമൂസിൽ നിന്ന് 15 ദശലക്ഷം ബാരലിലധികം എണ്ണ കടത്താൻ US സൈന്യം സഹായിച്ചതായി
ക്രിസ് റൈറ്റ് അവകാശപ്പെട്ടു. പൈപ്പ് ലൈനുകൾ കൂടി ചേർത്താൽ മേഖലയിൽ നിന്ന് ആകെ 20 ദശലക്ഷം ബാരൽ എണ്ണയാണ് പുറത്തേക്ക് പോയത് എന്നും ക്രിസ് വൈറ്റ് പറയുന്നു. അതിനിടെ യുദ്ധം മുന്നോട്ടു പോകുകയാണ് എങ്കിൽ ഇറാൻ യുദ്ധതന്ത്രം മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുവരെ സ്വീകരിച്ച പ്രതിരോധ നിലപാടിൽ നിന്ന് മാറി ആക്രമണ സിദ്ധാന്ത ശൈലിയിലേക്ക് പോകുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ്. സമീപകാല സംഘർഷങ്ങളുടെ അനുഭവമാണ് തങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയത് എന്നും സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ സൈനിക സിദ്ധാന്തം മുൻപ് പ്രതിരോധപരമായിരുന്നു. എന്നാൽ അടുത്തിടെ നടന്ന 2 യുദ്ധങ്ങളിൽ ക്രമേണ ആക്രമണാത്മകമായ ഒരു നിലപാടിലേക്ക് നീങ്ങിയതായി അക്രമിനിയ ഇറാനി ന്യൂസ് ഏജൻസിയായ IRNA പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം ശത്രുക്കൾക്കെതിരെ ഇറാൻ മുൻകൂർ ആക്രമണം നടത്തുമെന്നല്ല. എന്നിരുന്നാലും ഇറാനെതിരായ ഏതൊരു ആക്രമണത്തിനും ഉടനടി മറുപടി നൽകുമെന്നാണ് ഇത് വിവക്ഷിക്കുന്നത് എന്നും അക്രമനിയ വ്യക്തമാക്കുന്നു. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധത്തിന് അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തിയത് ഇസ്രയേൽ ആണെന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഉപരോധത്തെ പിന്തുണച്ചാൽ ഹോർമൂസിലൂടെ ഒരു എണ്ണക്കപ്പലും കടന്നു പോകില്ല എന്നുകൂടി ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിലൂടെ ട്രംപ് ഒരു വിഡ്ഢിയാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞുവെന്ന് ഇറാൻ സുരക്ഷാ മേധാവി മൊഹസിൻ റസായിയും പരിഹസിച്ചു. ആണവായുധമുണ്ടാക്കാൻ ലോകത്തെ പ്രേരിപ്പിക്കാൻ ട്രംപിന്റെ നടപടികൾ ഇടയാക്കിയതായും റസായി പറയുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിനിടെ തുർക്കിയിലെ US അംബാസിഡർ ടോം ബരാക്ക് നടത്തിയ പ്രസ്താവന അമേരിക്കൻ നയങ്ങളെ വെട്ടിലാക്കുന്നതായിരുന്നു. ജുലാൻ കുന്നുകൾ ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് എന്നായിരുന്നു ടോം ബരാക്കിന്റെ പരാമർശങ്ങൾ. അമേരിക്കയുടെ പ്രഖ്യാപിത വിദേശ നയത്തിന് വിരുദ്ധമാണ് ഈ നിലപാട്. 1967 യുദ്ധത്തോടെ ഇസ്രായേൽ കൈയടക്കിയ ജൂലാൻ കുന്നുകളിൽ നിന്ന് സൈന്യം പിൻവാങ്ങണമെന്ന UN പ്രമേയം നിലനിൽക്കെ 2019 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടമാണ് ഇസ്രായേൽ പരമാധികാരത്തിന് ആദ്യമായി അംഗീകാരം നൽകിയത്. ഇതിന് വിരുദ്ധമായാണ് ടോം ബരാക്കിന്റെ പ്രസ്താവനയെ വ്യാഖ്യാനിക്കുന്നത്. അതേസമയം ബരാക്കിനെതിരെ ട്രംപ് അനുയായിയായ ലോറ ലൂമർ ഉൾപ്പെടെ രംഗത്തെത്തി. അമേരിക്കൻ വിദേശകാര്യ നയങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവർ സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു.